ഋഷി പുതിയതായിട്ട് അംഗങ്ങളെയൊക്കെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഋഷിയാണല്ലോ ക്യാപ്റ്റന്. ടാസ്കിന്റെ ഭാഗമായിട്ട് പവർ ടീമിലേക്ക് ജയിച്ചു വന്നതിനാൽ ഋഷി, റസ്മിൻ, നോറ, അഭിഷേക് ഇത്രയും പേരായിരുന്നു. അപ്പൊ ഇതിൽ നിന്നാണ് ക്യാപ്റ്റനെ തിരഞ്ഞെടുത്ത് ഋഷി മാറിയത്. അപ്പൊ നിലവിൽ വീണ്ടും ഒരാളെ കൂടെ വേണ്ടി വരുമല്ലോ. 4 പേരാണ് സാധാരണയായിട്ടുള്ളത്. ഋഷി അവിടെ ആദ്യമേ പറഞ്ഞിരുന്നു അൻസിബയെ എടുക്കുമെന്ന്. ഋഷി പിന്നെ ഒരു ബുദ്ധി കൂടെ ചെയ്തു. പിണക്കാതിരിക്കാനും വേണ്ടിയായിരിക്കും നന്ദിനെയും സായിയും കൂടെ ഉൾപ്പെടുത്തി 6 പേരടങ്ങുന്ന ഒരു ടീമാണ് എടുത്തത്. അപ്പൊ തന്നെ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു അംഗങ്ങൾ കുറവാണ്, 6 പേരെ എടുക്കാൻ പറ്റത്തില്ല. ഉടനെ തന്നെ അവിടുന്ന് സായിയും നന്ദനെയും ഒഴിയുകയാണ് ചെയ്തത്. കാര്യം അവർ തർക്കിച്ച് നിന്നൊന്നുമില്ല, അവർ മനഃപൂർവ്വം തന്നെ ഒഴിഞ്ഞു മാറുകയുണ്ടായി. പിന്നീട് ടീം അംഗങ്ങളെ തിരഞ്ഞെടുത്തു. ഇപ്പം പവർ ടീമിലുള്ളത് അഭിഷേക്, നോറ, റസ്മിൻ, അൻസിബ ഈ 4 പേരാണ്. മറ്റ് ടീം അംഗങ്ങളെയൊക്കെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇത്തവണ ജിൻഡോയ്ക്കൊപ്പം ഡെൻ ടീമിലേക്കുള്ളത് അർജുനും ശ്രീതുവും കൂടിയുണ്ട്. അവർക്ക് ബാത്റൂം ക്ലീനിങ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ നെക്സ്റ്റ് ടീമിലേക്ക് എടുത്തിരിക്കുന്നത് ശ്രീരേഖ, സിജോ, ജാസ്മിൻ എന്നിവരെയാണ്. ഇവർക്ക് കൊടുത്തിരിക്കുന്ന കിച്ചൺ ഡ്യൂട്ടി തന്നെയാണ്. കഴിഞ്ഞ ആഴ്ച ജാസ്മിൻ നല്ല രീതിയിൽ കുക്ക് ചെയ്തെന്നൊക്കെ പറഞ്ഞു, അതുകൊണ്ടായിരിക്കണം. പിന്നെ തണൽ ടീമാണ്. തണൽ ടീമിൽ 4 പേരുണ്ട്. അതായത് സായി, നന്ദന, അപ്സര, ശരണ്യ. ഇവർക്ക് കൊടുത്തിരിക്കുന്ന ഫ്ലോർ ക്ലീനിങ് ആണ്. സായിക്ക് സുഖമില്ലാത്തത് കൊണ്ട് തന്നെ ആയിരിക്കണം അവർ 4 പേരെ ഉൾപ്പെടുത്തി. സായിക്ക് കഴിഞ്ഞ ദിവസം നടുവിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതായിരിക്കണം. എന്തായാലും ഇങ്ങനെ നല്ല രീതിയിലാണ് ടീമംഗങ്ങളെ ഇപ്പം തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമുക്ക് കണ്ടറിയാം ഇനി മുന്നോട്ട് ഏത് രീതിയായിരിക്കും ഋഷിയുടെ പ്രകടനമെന്ന്. ഋഷി എന്തെങ്കിലും കണ്ടു കഴിയുന്നുണ്ടെങ്കിൽ എന്താണെന്ന് മനസ്സിലാകാതെ എടുത്തു ചാടുന്ന ഒരു പ്രകൃതക്കാരനാണ്. അപ്പം നമുക്ക് കണ്ടറിയാം.